ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ ഒരു വലിയ പുരോഗമന രാജ്യമായി മാറ്റാനുള്ള ശ്രമം നടത്തിയ അദ്ദേഹം. പാർലമെൻറ്റിന് പ്രാധാന്യം, പത്രങ്ങൾക്ക് പ്രാധാന്യം, ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ്, അങ്ങനെ എല്ലാത്തിനും ഒരു മാതൃക രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു എത്തിസ്റ്റായിരുന്നു, ഒരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല. സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് പോകുമ്പോൾ അദ്ദേഹം അതിനെതിരായിരുന്നു. അത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു തികഞ്ഞ പുരോഗമനവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും പാർലമെൻ്ററി സംവിധാനവും നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ പാകിസ്ഥാൻ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് റാവൽപിണ്ടി എന്ന് വിളിച്ചു, പത്രക്കാരനാണ്. 4 മണിക്കൂർ കറണ്ടില്ല, വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ പറ്റിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അപ്പോൾ ഇന്ത്യ അങ്ങനെ അല്ലാതായി മാറിയത് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ ഒരു നേട്ടമാണ്. അതിനിപ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം.